മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോറോം ശ്രീ ചേനങ്കാവ് ഭഗവതി ക്ഷേത്രം നവീകരണ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ.വി. ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ കോറോം ശ്രീ ചേനങ്കാവ് ഭഗവതി ക്ഷേത്രം നവീകരണ കമ്മിറ്റി രൂപീകരണ പൊതുയോഗം നടന്നു. തന്ത്രിയും മേൽശാന്തിയും ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, 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 ദേവി നാരായണ. മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ.വി. ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിലെ മെമ്പറും അതിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ആയി എന്നെ നിർദ്ദേശിക്കപ്പെട്ടപ്പോഴാണ് ഈ ഒരു അവസരം എനിക്ക് കൈവന്നത്. മലബാർ ദേവസ്വം ബോർഡ് 7 ജില്ലകളിലായി, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള 7 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 1432 ക്ഷേത്രങ്ങൾ അതിൻ്റെ കീഴിൽ വരുന്ന തരത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും സേവനങ്ങളെല്ലാം നൽകുന്നതിന് വേണ്ടി നിയുക്തമായ ഒരു ഗവൺമെന്റ് തല കമ്മിറ്റിയാണ്. വാർഡ് കൗൺസിലർ കെ.പി. മധു അധ്യക്ഷത വഹിച്ചു. എം. രാമകൃഷ്ണൻ, എം. അംബു, പി. സുനിൽകുമാർ, പ്രശാന്ത് ചെറുകര, കെ. പ്രകാശൻ, വിനോദ്, ഈശ്വരൻ മാസ്റ്റർ, ഇ. പി. കൃഷ്ണൻ നമ്പ്യാർ, പി. രാധിക, സുധ തുടങ്ങിയവർ സംസാരിച്ചു. 151 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ചെയർമാനായി ഭവദാസ് നമ്പൂതിരിയെയും കൺവീനറായി എൻ. വി. കുഞ്ഞിരാമൻ മാസ്റ്ററെയും ട്രഷററായി മോഹനചന്ദ്രനെയും തിരഞ്ഞെടുത്തു. ഗോവിന്ദൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.